ഓക്കെ, നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് വരാം. കുറച്ച് ദിവസങ്ങളായി അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പ്രീവിയസ് വീക്കിലെ അനാലിസിസിലേക്ക് വരാം നമുക്ക്. അത് നമ്മുടെ തൊട്ട് മുന്നത്തെ ഡേ, കഴിഞ്ഞ ഫ്രൈഡേ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 26-ാം തീയതിയിൽ നമുക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ഇൻഡെക്സുകൾ ഓപ്പൺ ആയപ്പോൾ തന്നെ ഡോട്ടർ ലൈൻ ഇത് ഏകദേശം ഡോട്ടർ ലൈൻ ആണെന്നേ ഉള്ളൂ. ഈ ഒരു 3 ഏകദേശം ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം കൺഫർമേഷനിലേക്ക് എത്താം. ഇതൊരു ഡൗൺ ട്രെൻഡ് കാണിക്കാൻ പോകുന്നു എന്നുള്ളത് ആ ഒരു ഓപ്പണിംഗ് റേഞ്ചിൽ കിട്ടിയിരുന്നു. പക്ഷെ അത് അത്രയും കൺഫർമേഷൻ അല്ല. നമുക്ക് നമ്മളുടെ സ്ട്രൈക്കുകളിലേക്ക് വരാം. സ്ട്രൈക്കുകൾ അപ്പോൾ പി ആണ് നമ്മുടെ ഇൻഡെക്സ് കാണിക്കുന്നതെങ്കിൽ പി നമ്മുടെ സ്ട്രൈക്കുകളും കാണിക്കണം. പി ആണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ പിയുടെ 2 സ്ട്രൈക്കുകളും, പിയുടെ സ്ട്രൈക്ക് അവിടെ നിന്ന് ഓപ്പൺ ആവണം, ഇവിടെ ഓപ്പൺ ആവണം അല്ലേ? നിഫ്റ്റിയുടെ ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ ആണെങ്കിലും വീക്കെൻഡ് സ്ട്രൈക്ക് ഇവിടെ ഓപ്പൺ ആവണം. ഇവിടെ അല്ല നിൽക്കുന്നത്. ഇവിടെ വന്നാലേ നമുക്കൊരു പിയിൽ നല്ല കൺഫർമേഷൻ ഉള്ളൂ അല്ലേ? അതുപോലെ തന്നെ നമ്മളുടെ മന്ത് എൻഡ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിനുള്ളിലായിരിക്കണം. അവിടെയും അല്ല, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം. ഇവിടെ ഒന്നും അല്ല നിൽക്കുന്നത് പി. അപ്പോൾ നമുക്ക് നല്ലൊരു കൺഫർമേഷൻ പിയിൽ കിട്ടുന്നില്ല. തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയുടെ പി നമ്മൾ എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ പി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. വീക്കെൻഡ് പി ഇവിടെ ആയിരിക്കണം, മന്ത് എൻഡ് പി ഇവിടെ ആയിരിക്കണം. പക്ഷെ വീക്കെൻഡ് പിയും മന്ത് എൻഡ് പിയും ഇവിടെ തന്നെയായിരുന്നു. അതായത് ഈ ഒരു ലെവൽ കണ്ട മന്ത് എൻഡ് പിയും ഇവിടെ, അതിവിടെ ടച്ച് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഫോം ചെയ്യുന്നില്ല പി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സിയേക്കാളും കുറച്ചും കൂടി കൺഫർമേഷൻ തരുന്നത് പി ആയിരുന്നു എന്നുള്ളത്. കണ്ട സിയിലേ നോക്കിയേ, സി എന്ന് പറയുന്നത് മുകളിലാണ് നിൽക്കുന്നത്. നമുക്ക് താഴെ നിൽക്കുന്ന ഒരു സ്ട്രൈക്കാണ് മുകളിലേക്ക് കയറാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മളുടെ സിയുടെ സ്ട്രൈക്ക് മുകളിലാണ് നിൽക്കുന്നത്. മുകളിലേക്ക് കയറാം, പക്ഷെ അത് നമ്മളുടെ ബോൾ ലൈന് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യണം. ഇതങ്ങനെയല്ല നിന്നത്, ബോൾ ലൈനിൽ തന്നെ നിന്ന് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു. ബോൾ ലൈൻ മുകളിലേക്ക് അങ്ങ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുകളിലേക്ക് തന്നെ പോകും. ഇല്ലെങ്കിൽ മുകളിൽ നിൽക്കുന്ന ഒരു സ്ട്രൈക്ക് താഴേക്ക് ഇടുകയും താഴെ നിൽക്കുന്ന സ്ട്രൈക്കാണ് മുകളിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പോൾ താഴെ നിന്നോണ്ടിരുന്ന പിയുടെ സ്ട്രൈക്കുകളാണ് താഴെ നിന്നത്. തന്നെ സിയുടെ സ്ട്രൈക്കുകൾ മുകളിൽ തന്നെയായിരുന്നു. വീക്കെൻഡ് സ്ട്രൈക്ക് ഇതുപോലെ മുകളിൽ നിന്നു. അത് കഴിഞ്ഞ് താഴേക്ക്, അതായത് ബോൾ ലൈനുള്ളിലേക്ക് കയറി താഴേക്ക് ഇടിയാൻ പോകുന്നു എന്നുള്ളത് കാണുമ്പോഴത്തേക്ക് ശരിയാണ്, ഇത് നമുക്ക് പി മൂവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. പി സ്ട്രൈക്കുകൾ മുകളിലേക്ക് ഉയരാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ഇത് കാണിച്ചിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് പി ആണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ആദ്യത്തെ 2-3 ക്യാൻഡിൽസ് കഴിയുമ്പോഴത്തേക്കും പിയിൽ ഓക്കെ ആയിട്ട് പി സ്ട്രൈക്കുകളിൽ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതും സി സ്ട്രൈക്കുകൾ താഴത്തേക്ക് മൂവ് ചെയ്യുന്നതും കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കതൊരു പി ആണെന്ന് കൺഫേം ചെയ്യണം. പിന്നെ കുറേ നേരം അത് കൺസോളിഡേറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു ഡേ ആണ്. പക്ഷേ ഞാൻ പറയുന്നത് ഒന്നെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ്, അതായത് 9:30 കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറയുന്നത് 9:30ക്കും 10 മണിക്കും ഇടയിൽ നമുക്ക് നല്ല ട്രേഡിംഗ് മൂവ്മെൻറ്റ് കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് നമ്മളുടെ സ്ട്രൈക്ക് നമ്മൾ പറഞ്ഞ ലെവൽസിലല്ല എന്നുണ്ടെങ്കിൽ ട്രേഡ് ബ്രേക്ക് ചെയ്തതിന് ശേഷം 2:30 കഴിഞ്ഞിട്ടുള്ള ഒരു സമയമുണ്ട്. അവിടെ നമുക്ക് നല്ല മൂവ്മെൻറ്റ് കിട്ടുന്ന സമയമാണ്. അതായത് ഈ ലാസ്റ്റ് ടൈം എന്നൊക്കെ പറയുന്നത് ഒരു 2:30ക്കും 3:30ക്കും ഇടയിൽ, അതായത് 3:15 ഇടയിൽ വരുന്ന ഒരു സമയം. 2:30ക്കും 3:15, കൂടുതലും സമയങ്ങളിൽ 2:45, 3:15 ഇടയിലായിരിക്കും ഇത് സംഭവിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ്, അത് പി ആണെങ്കിൽ സി ആണെങ്കിൽ നല്ല രീതിയിൽ, അതായത് നമുക്ക് 10x ഒക്കെയാണ് വരുന്നത്. നമുക്ക് അത്രത്തോളം മൂവ്മെൻറ്റ് കിട്ടും. അതായത് 100%, 50% റിട്ടേൺ അല്ല, നമുക്കൊരു 100% കൂടി 1000% വരെ റിട്ടേൺ കിട്ടുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഈ 2:45 കഴിഞ്ഞ് വരുന്ന ഒരു സമയങ്ങളിൽ സംഭവിക്കാറുള്ളത്. അപ്പോൾ പക്ഷേ അത് കുറച്ച് റിസ്കി മൂവ്മെൻ്റ് ആണ് അവിടെ സംഭവിക്കുക. പെട്ടെന്ന് തന്നെ പ്രീമിയം ഡിക്ക് സംഭവിക്കും. സോ അത് നമുക്ക് ലിമിറ്റോട് ഇട്ട് പിടിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നവർ അതിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് ഒരു 10x ഒക്കെ കിട്ടുന്ന ഒരു ടൈമാണ്. അതായത് നിങ്ങളൊരു 1000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ 10,000 റുപ്പീസാണ് അതിനകത്ത് റിട്ടേൺ വരിക. ആ ഒരു ടൈമിലുള്ള നിങ്ങളുടെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ വേണമെങ്കിൽ ഒരാഴ്ച നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അതായത് നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇൻപുട്ട് ചെയ്താലും മതി എമൗണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 100 റുപ്പീസ് ഇട്ടിട്ട് ഒന്ന് പഠിച്ച് നോക്കാം, ഒരാഴ്ച പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്ത ദിവസത്തേക്ക് വരിക, നിങ്ങൾ 25-ാം തീയതിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻഡെക്സ് തന്നെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ഡോട്ടർ ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോട്ടർ ലൈനിലാണ് 3 ഇൻഡെക്സുകളും ഡോട്ടർ ലൈനാണ്. അപ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ മൂവ്മെൻറ്റം സംഭവിക്കും എന്നുള്ളത്. 1 ഡയറക്ഷൻ മൂവ്മെൻറ്റ് സംഭവിക്കും. നമുക്ക് ഇൻഡെക്സിലേക്ക്, നമ്മുടെ സ്ട്രൈക്കുകളിലേക്ക് വരാം. സ്ട്രൈക്കുകളിൽ അപ്പോൾ സി പൊസിഷനാണ് കാണിക്കുന്നത് ഇൻഡെക്സ്. നമുക്ക് സി പൊസിഷൻ്റെ സ്ട്രൈക്കിലേക്ക് വരാം. സി ഇതൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെ സി താഴെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സി എന്ന് പറയുന്നത് മന്തിൻ്റെ സി താഴെ തന്നെയാണ് നിൽക്കുന്നത്. സോ അത് മുകളിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളതിനുള്ള 100% നമുക്ക് ഉറപ്പാണ്.
ദെൻ ഈ സമയങ്ങളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിരുന്നു തോന്നുന്നു കേട്ടോ ഗ്രൂപ്പിൽ. ദെൻ ഇവിടെയും സി സ്ട്രൈക്ക് താഴെയാണ് നിൽക്കുന്നത് നിഫ്റ്റിയുടെ കാര്യത്തിലും നിഫ്റ്റിയുടെ മന്ത് എൻഡിൻ്റെ കാര്യത്തിലും. അതുപോലെ തന്നെ സിയുടെ സ്ട്രൈക്ക് ഇവിടെയാണ്, ഇവിടെയാണ് നിൽക്കുന്നത്, ഓർഡർ ലൈൻസിലാണ്. സോ ഇത് മൂവ് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 300% റിട്ടേൺ ഒക്കെ ഈ ഒരു കോമേഴ്ഷ്യൽ നമുക്ക് ആ സമയത്ത് കിട്ടിയിരുന്നു ഇവിടെ നിന്നിട്ട്. ഇത്രയും നമുക്ക് ആദ്യത്തെ ടൈം തന്നെ ഞാൻ 50% ഞാൻ പറയുന്നെങ്കിലും എപ്പോഴും ഒരു 200% എപ്പോൾ പോകുന്നത് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. സോ അതേസമയം നമുക്ക് അത് ക്യാച്ച് ചെയ്തിട്ട് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വീണ്ടും അതേ പൊസിഷനിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നമ്മുടെ റിട്ടേൺ കിട്ടി ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഇത് തിരിച്ച് അതേ പൊസിഷനിൽ വരുന്നുണ്ടോ. അതായത് സി സ്ട്രൈക്ക് കണ്ട എൻ്റെ വീക്കെൻഡ് സി ഇവിടെ വന്നു, അതുപോലെ മന്തെൻഡും അവിടെ അതേ പൊസിഷനിൽ വരണം കണ്ട, അതുപോലെ മന്തെൻഡും അതേ പൊസിഷനിൽ വന്നു. ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ശ്രദ്ധിക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ദെൻ വീക്കെൻഡ് ഇവിടെയാണ് വന്നിരിക്കുന്നത്, അപ്പോൾ മന്തെൻഡും ദെൻ ഓൺലൈനിൽ തന്നെയാണ് വന്നത്. സോ എന്നാലും നിഫ്റ്റിയിലാണ് കൂടുതൽ കൺഫർമേഷൻ നമുക്ക് കിട്ടിയത്. സോ നിഫ്റ്റിയിൽ തന്നെ അടുത്ത വീണ്ടും ഒരു സി ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് കണ്ടോ. അതായത് അത് നമുക്ക് 10x ആയിരിക്കും റിട്ടേൺ വരുന്നത്. വീണ്ടും അതേ പൊസിഷൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 10x, അതായത് 1000% റിട്ടേൺ ഓളം പോകും എന്നുള്ളതാണ്. അതായത് അത് ഇതാണെങ്കിൽ എക്സ്പയറി ആണെങ്കിൽ മാത്രം കേട്ടോ. നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു അന്നത്തെ ദിവസം എന്നാണ് എനിക്ക് തോന്നുന്നത്, എത്രയാണ് 25th. അപ്പോൾ അന്ന് നിഫ്റ്റിയിൽ ഒരു 10x വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സി വന്നപ്പോൾ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ എക്സ്പയറി വീക്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്ട്രൈക്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ 10x ഓളം, അതായത് 1000% റിട്ടേൺ കിട്ടും. അതായത് 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 10,000 രൂപ കിട്ടും. 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 1,00,000 രൂപ തന്നെ കിട്ടുന്ന ആ ഒരു മൂവ്മെൻ്റ് ആണ് ഈ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണെങ്കിൽ കേട്ടോ എക്സ്പയറി ഡേ ആണെങ്കിൽ മാത്രം. അതിനുശേഷം പിന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പൊസിഷനാണ്. അതായത് 2.5 കഴിഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു പൊസിഷനിൽ നമുക്ക് നല്ല റിട്ടേൺ കിട്ടുന്നതാണ് കണ്ടോ. ഈ ഒരു പൊസിഷൻ ആയപ്പോഴത്തേക്കും നമുക്ക് എവിടെയാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുക, നമ്മളുടെ സി ട്രേഡുകളെല്ലാം മാക്സിമത്തിൽ എത്തിയിരുന്നു. അവിടെ നമുക്ക് പി ആണ് ക്യാച്ച് ചെയ്യാൻ പറ്റുക. പി ട്രേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പി ട്രേഡ് എന്ന് പറയുന്നത് ഇത് സിയുടെ സ്ട്രൈക്കാണ് കണ്ടത്, ഇത്രത്തോളം സി ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തുള്ള പിയുടെ ട്രേഡ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കണ്ട ഒറ്റ ക്യാൻഡിലില്ല. അത് നമുക്ക് ഇവിടെ 2:45 ആകുമ്പോൾ തന്നെ നമ്മൾ ട്രേഡ് എടുത്താൽ പോലും നമുക്ക് ഒരു ലാസ്റ്റ് ടൈമിനുള്ളിൽ നല്ല റിട്ടേൺ കിട്ടും. ഇത് എൻ്റെ മന്തിൻ്റെ സ്ട്രൈക്ക് ആയതുകൊണ്ടാണ് ഇത്രയും മാത്രം കാണുന്നത്. വീക്കെൻഡ് സ്ട്രൈക്കിൽ അന്നത്തെ വീക്കെൻഡ് സ്ട്രൈക്ക് നിങ്ങൾ നോക്കുക, നല്ല റിട്ടേൺ കിട്ടും. ഇതിപ്പോൾ പ്രീമിയം ഡിക്ക് സംഭവിച്ചു പോയൊരു സ്ട്രൈക്കാണ്. ഇതല്ല അതിനേക്കാൾ കുറച്ചും കൂടി മൂവ്മെൻ്റ് ഉള്ള ഒരു സ്ട്രൈക്ക് ആയിരുന്നു എങ്കിൽ, അതായത് എപ്പോഴും നല്ല, അതായത് ഇൻ ദ മണിയിലല്ല എടുക്കാൻ പറ്റുക. ഈ ലാസ്റ്റത്തെ ഞാൻ പറയുന്ന 2:45 കഴിഞ്ഞിട്ടുള്ള ട്രേഡുകൾ എപ്പോഴും ഫാർ ഔട്ട് ഓഫ് ദ മണിയിലാണ് ഈ പറയുന്ന 10x ഒക്കെ റിട്ടേൺ കിട്ടുന്നത്. അതുപോലെ അത്രയും റിസ്കി ആയിട്ടുള്ള സ്ട്രൈക്കുകളാണത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഞാൻ അതിനകത്ത് റെക്കമെൻഡ് ചെയ്യില്ല. ഒരു 1000 രൂപീസിന് അപ്പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. 1000 ഇൻവെസ്റ്റ് ചെയ്താൽ 10,000, അതായത് നിങ്ങൾക്ക് 10,000 വേണ്ട ഒരു 5x, അതായത് 5,000 റിട്ടേണിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ എമൗണ്ടുകൾ മാത്രമേ ഈ 2:45 കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 2:30 കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഫാർ ഔട്ട് ഓഫ് ദ മണിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും വേണം. അതിനകത്ത് കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല. അതൊക്കെ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കണം. അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ അതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഫാർ ഔട്ട് ഓഫ് ദ മണി ആയിരിക്കണം. നിങ്ങൾക്കൊരു 5x റിട്ടേൺ, അതായത് 500% റിട്ടേൺ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യാൻ പാടില്ല, വലിയ എമൗണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. നെക്സ്റ്റ് 24-ാം തീയതിയിലേക്ക് നമുക്ക് വരാം. 24-ാം തീയതിയിലേക്ക് വരുമ്പോൾ ഇൻഡെക്സുകൾ കറക്റ്റായിട്ടൊരു മൂവ്മെൻ്റ് ഒന്നും തരുന്നില്ല. ദെൻ സ്ട്രൈക്കിലേക്ക് വരാം. സ്ട്രൈക്ക് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ പി സ്ട്രൈക്ക്, വീക്കെൻഡ് പി സ്ട്രൈക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. മന്തിൻ്റെ സ്ട്രൈക്ക് ഇവിടെയാണ്. അപ്പോൾ വീണ്ടും ഒരു പി സംഭവിക്കാൻ പോകുന്നുള്ള കറക്റ്റ് നമുക്ക് കിട്ടി. പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ അന്നത്തെ സ്ക്രീൻഷോട്ട് ഇല്ല ബാങ്ക് നിഫ്റ്റിയുടെ. പക്ഷേ അന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ സി സ്ട്രൈക്ക് കാണിക്കുന്നത്, അതായത് മന്തിൻ്റെ സി സ്ട്രൈക്ക് ഒരു സി പൊസിഷനിലാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ്, ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ല. ആ ഒരു നിഫ്റ്റിയുടെ ആ മൂവ്മെൻറ്റ് മാത്രം നോക്കി ട്രേഡിലേക്ക് പോയിരുന്നു. സി സ്ട്രൈക്ക് ബോർഡ് ലൈനിലാണ് എന്നുള്ളത് ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ സിയുടെ ഒരു ആക്റ്റീവ് മൊമെൻറ്റം കാണിക്കുന്നുണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. സോ അവിടെ എനിക്കന്ന് ലോസ് സംഭവിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്.
ബാക്കി അത് റെക്കോർഡ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ വീക്കെൻഡ് സ്ട്രൈക്കിൽ എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് അതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം അന്നത്തെ ദിവസം തന്നെ ലോസ് സംഭവിച്ച ദിവസമാണ്. ഈ ഒരു മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടില്ല. ആകെയുള്ള ഈ നിഫ്റ്റിയുടെ ഈ ഒരു മൂവ്മെൻറ്റ് മാത്രം ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ നിഫ്റ്റി ഓക്കെ ആയിരുന്നു എങ്കിൽ പോലും ബാങ്ക് നിഫ്റ്റി ഇവിടെ ഈ മന്തിൻ്റെ ഇവിടെയായിരുന്നു, മന്തിൻ്റെ ഇവിടെ ആയിരിക്കണം എന്നുള്ളത്. അതായത് നമ്മളുടെ പി ഇവിടെ ആയിരിക്കണം. കാരണം പിയും കറക്റ്റ് ഇവിടെ മുട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് പി എന്ന വീക്കെൻഡും ഇതുപോലെ കൺഫർമേഷൻ തന്നിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഡേറ്റ് കൊടുത്തപ്പോഴത്തേക്കും മെയ്, അതുപോലെ തന്നെ മെയ്യും ഏപ്രിലുമാണ് നിഫ്റ്റിയുടെ മന്തിൻ്റെ വീക്കെൻഡും കൊടുത്തത്. അതുപോലെ തന്നെ ആയിരിക്കണം ബാങ്ക് നിഫ്റ്റിയുടെയും മന്തിൻ്റെ വീക്കെൻഡും വരേണ്ടത്. പക്ഷേ ഇവിടെ വന്നിരുന്നത് 2 ഏപ്രിലിൽ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അതൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അവിടെ. സോ അതുകൊണ്ട് തന്നെ ഇത് ഒരുപോലെയാണ് ഇത് കാണിച്ചത്. അങ്ങനെ ഒരുപോലെ കാണിച്ചത് കൊണ്ട് തന്നെ ഞാൻ ആ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുകയും ലോസ് സഫർ ചെയ്യുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ക്ലിയർ ആയിരുന്നു പൊസിഷൻ ഇവിടെ ഒരു ആക്റ്റീവ് മൊമെൻറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധിച്ചില്ല. ആകെയുള്ള പിയിലെ സ്ട്രൈക്കുകളെ മാത്രം ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഇവിടെ ഒരു സ്ട്രൈക്ക് ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് ഇവിടെ നമ്മളുടെ സ്ക്രീൻഷോട്ടിൽ വ്യക്തമായിരുന്നു. പക്ഷെ അത് ശ്രദ്ധിക്കാതെയാണ് ഞാൻ ട്രേഡിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അന്ന് എനിക്ക് തോന്നുന്നു ആരും തന്നെ സ്ക്രീൻഷോട്ടുകളും അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ദെൻ അടുത്ത ദിവസത്തേക്ക് നമുക്ക് വരാം. 23-ാം തീയതിയിലേക്ക് വരുമ്പോൾ ഇൻഡെക്സുകൾ യാതൊരുവിധ കൺഫർമേഷൻ ഒന്നും തരുന്നൊന്നുമില്ല. സ്ട്രൈക്കുകളിലേക്ക് വരുമ്പോഴത്തേക്കും സ്ട്രൈക്കുകളും യാതൊന്നും കൺഫേം ചെയ്തിരുന്നില്ല. ബിക്കോസ് സ്ട്രൈക്കുകൾ ഇത് ഈ ബോൾ ലൈനിൽ തന്നെ നിന്ന് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു സ്ട്രൈക്കുകളും ഇവിടെ എത്തിയില്ല. ഇവിടെ എത്തുമ്പോഴാണല്ലോ, അതായത് നമ്മുടെ ഈ ലാസ്റ്റ് പോയിന്റ് താഴത്തെ ഈ ഡോട്ടർ ലൈനിൽ എത്തുമ്പോഴേ നമുക്കൊരു ആക്റ്റീവായിട്ടുള്ള ട്രേഡ് വരുന്നുള്ളൂ. പക്ഷേ ഈ താഴത്തെ ആക്റ്റീവ് മൊമെൻറ്റത്തിലേക്ക് ഒരു സ്ട്രൈക്കുകളും എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും ഒരു ആക്റ്റീവ് മൊമെൻറ്റം നമുക്കുണ്ടായിരുന്നില്ല. ആകെ നമുക്കൊന്നും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു ഇത്. ഭയങ്കരമായിട്ട് കൺസോളിഡേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി ഡേ തന്നെയായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് യാതൊരു വിധ ഒരു ബെനിഫിറ്റും തരാത്തൊരു ഡേ ആയിരുന്നു. പക്ഷെ ഇവിടെയും 10x റിട്ടേൺ കിട്ടും. എപ്പോഴാണ് ഒരു 2:30 കഴിഞ്ഞിട്ടുള്ള സമയത്ത് 10x റിട്ടേൺ ഇവിടെ കൊടുത്തിരുന്നു, ബാങ്ക് നിഫ്റ്റി കൊടുത്തിരുന്നു. കാരണം ബിക്കോസ് ഇവിടെ ഈ ഒരു പൊസിഷൻ വരുന്നത്, അതായത് പി ട്രേഡ് ആക്റ്റീവ് ആകുന്ന ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു ഇവിടെ 2:30 കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പൊസിഷനിൽ. 2:45 ടൈമിലേക്ക് പി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 10x റിട്ടേൺ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് 2-3 ആഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു 2:45 കഴിഞ്ഞിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ് അത് നമ്മുടെ സ്ട്രൈക്കിൽ നിന്ന് നോക്കിയിട്ട് നമുക്കത് സി ആണോ പി ആണോ എന്ന് കൺഫേം ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിനകത്ത് ചെറിയൊരു എമൗണ്ട് ഇട്ട് വലിയ എമൗണ്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. കണ്ടോ, ഇവിടുന്ന് പി ആക്റ്റീവ് ആകും. കാരണം അതായത് സി ഇത് തിരിച്ചു പോയി അതിൻ്റെ ബോൾ ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ സി റിജക്റ്റ് ചെയ്യാൻ പോകുന്നു. ദെൻ ഇവിടെയാണെങ്കിൽ പി ഈ ഒരു ഡോട്ടർ ലൈൻസിലാണ്. ദെൻ മന്തിൻ്റെ പി ആ ഒരു ഡോട്ടർ ലൈൻസിൽ വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ മന്തിൻ്റെ പി ഇവിടെയാണ് നിൽക്കുന്നത്. സോ വന്നിട്ടില്ല, വീക്കെൻഡ് പി ഇവിടെയാണ് നിൽക്കുന്നത്. സോ നമുക്കത് ഏകദേശം ഉറപ്പിക്കാം. പോരാത്തതിന് നമ്മളുടെ ഇൻഡെക്സ് നല്ല കൺസോൾട്ടേഷനിലായിരുന്നു. നല്ല കൺസോൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പി ട്രേഡിനുള്ള കൺസോൾട്ടേഷൻ കാണിക്കുന്ന ഒരു സമയമായിരുന്നു. ഇൻഡെക്സുകളൊക്കെ ഇവിടെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. സോ നല്ലൊരു പി ട്രേഡ് ആക്റ്റീവ് ആകേണ്ട ഒരു പൊസിഷനാണ് അതെന്ന് മനസ്സിലാക്കുകയും അതിലേക്ക് പി ട്രേഡ് കൊടുത്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ 10x ലാസ്റ്റ് ടൈം സ്കോർ ചെയ്തിട്ട് പോകാം. കൺസോൾട്ടേഷൻ സംഭവിക്കുമ്പോൾ അങ്ങനെ കാര്യമുണ്ട്. ലാസ്റ്റ് 2:45 ടൈമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്കോർ കിട്ടും. പക്ഷെ നമ്മൾ വലിയ എമൗണ്ട് ഇൻപുട്ട് ചെയ്യാൻ പാടില്ല. കാരണം അത് പ്രീമിയഡിക്കൽ നല്ല രീതിയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതകളും ഉണ്ട്. ഇനി നമുക്ക് 22-ാം തീയതി നമ്മുടെ കഴിഞ്ഞ മൺഡേയിലേക്ക് വരാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് പറയുന്നുണ്ട് ബോൾ ലൈൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ നല്ല രീതിയിൽ താഴത്തേക്ക് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പി ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. പി ട്രേഡ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു സമയത്ത്. കാരണം നമുക്ക് നോക്കിക്കേ, ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ പോലും ബാങ്ക് നിഫ്റ്റിയുടെ വീക്കെൻഡ് നിഫ്റ്റിയിലേക്ക് വരാം. നിഫ്റ്റിയുടെ വീക്കെൻഡ് താഴത്തെ ബോൾ ലൈനിലാണ് നിൽക്കുന്നത്, മന്തിൻ്റെ ഇവിടെയാണ് നിൽക്കുന്നത്. സോ നമുക്കതൊരു കൺഫർമേഷനാണ് പി ട്രേഡിനുള്ള. ദെൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റിയുടെ വീക്കെൻഡ് ഇവിടെയാണ് നിന്നത്, ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെയാണ്. പക്ഷെ മന്തിൻ്റെ ബോൾ ലൈനിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനുള്ളിലാണ്. പക്ഷേ ഇവിടെ ബോൾ ലൈനിൽ താഴത്തെ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടുന്ന് മൂവ് ചെയ്യാൻ
സാധ്യതയുണ്ട്. കാരണം ബോൾ ലൈൻ തന്നെയാണ്, അവിടെ നിന്ന് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. മൂവ് ചെയ്ത് ഇതിവിടെ എത്തുന്നുണ്ട്. പക്ഷെ തിരിച്ച് നല്ല രീതിയിലുള്ള ഇടിവ് സംഭവിക്കേണ്ടതിന് പകരം സംഭവിക്കാതിരുന്നതിനുള്ള കാരണം എന്താണ്? തിരിച്ച് സിയുടെ പൊസിഷൻ ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. തിരിച്ചിതാ ഇവിടെ എത്തുമ്പോൾ, അതായത് 1 2 3 4 5 6ാമത്തെ ക്യാൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? സി താഴത്തെ ഏറ്റവും താഴത്തെ ലൈനിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. ഈ താഴത്തെ ലൈനിൽ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സി ആക്റ്റീവ് ആകുന്നു എന്നുള്ളതല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ മന്തിൻ്റെ സിയും ഇവിടെ, അതായത് ഇതിനുള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം. അത് അവിടെ കറക്റ്റാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. നിഫ്റ്റിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും നിഫ്റ്റി ഏറ്റവും മുകളിലത്തെ ബോൾ ലൈനിലാണ്, അതായത് ബോൾ ലൈൻ ക്ലോസ് താഴത്തേക്ക് വന്നിട്ടില്ല, മുകളിലത്തെ ബോൾ ലൈനിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് നിഫ്റ്റിയുടെ സി. സോ ഇതൊരു സി മൊമെൻറ്റം ആക്റ്റീവ് ആകാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ സി താഴത്തെ പൊസിഷനിൽ എത്തുകയും നിഫ്റ്റിയുടെ സി താഴത്തല്ല നിൽക്കുന്നത്, പക്ഷെ മുകളിലാണ്, അതും ബോൾ ലൈനിന് മുകളിലാണ്. സോ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ തന്നെയാണ്. അല്ലാതെ ഇതിൻ്റെ ഉള്ളിലൊന്നുമല്ല. അതായത് ഒന്നുകിൽ താഴത്തായിരിക്കണം, അല്ലെങ്കിൽ മുകളിൽ, അതായത് ബോൾ ലൈനിന് മുകളിലായിരിക്കണം. അല്ലാണ്ട് ഈ ബോൾ ലൈൻ്റെ ഈ നിന്ന് സസ്റ്റെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ബോൾ ലൈൻ്റെ ഉള്ളിലേക്ക് കയറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവ് അല്ല. ഇതുപോലെ താഴെ നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൺഫർമേഷൻ ഉള്ളത്. തന്നെ ഒരു ഇൻഡെക്സ് താഴെ നിൽക്കുകയും രണ്ടാമത്തെ ഇൻഡെക്സ് മുകളിൽ ബോൾ ലൈനിന് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണിക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ തന്നെയാണ്. സോ അതുകൊണ്ട് സി പൊസിഷൻ ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ പി ഒരുപാട് അങ്ങ് മൂവ് ചെയ്യാതെ പോയത്. നല്ല രീതിയിൽ പി മൂവ് ചെയ്യേണ്ടതാണ്. പി മൂവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഉടനെ സിയുടെ മൂവ്മെൻ്റ് ആയിപ്പോയി. സോ അതുകൊണ്ടാണ് സി താഴത്തെ ലൈൻസിൽ വന്നു. ഇതേസമയം സി താഴത്തെ ലൈൻസിൽ ഒരേപോലെ വന്നു, വീക്കെൻഡ് മന്തിൻ്റെ. അതുപോലെ നിഫ്റ്റിയുടെയും വീക്കെൻഡും മന്തിൻ്റെയും ബോൾ ലൈന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ അതൊരു സി പൊസിഷൻ ആക്റ്റീവ് ആയതുകൊണ്ടാണ് അവർ നല്ല രീതിയിലൊരു താഴത്തേക്കുള്ളൊരു ഫ്ലോ കാണിക്കാതെ പോയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് സ്ട്രൈക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മളുടെ ട്രേഡിനെ നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ 2:30 കഴിഞ്ഞിട്ടുള്ളൊരു ട്രേഡിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. രാവിലത്തെ 9:30ക്കും 10 മണിക്കും ഇടയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ട്രേഡ് ആക്റ്റീവ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പിന്നീട് 2:30 കഴിഞ്ഞ ട്രേഡിലേക്ക് നോക്കാറുള്ളൂ. അപ്പം അതിനുശേഷം അതൊരു എക്സാമിനേഷൻ്റെ ഒരു ഹാങ് ഓവറിൽ നിൽക്കുന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് എനിക്ക് എല്ലാ ദിവസവും അപ്ഡേഷൻ തരാൻ പറ്റാത്തത്. തന്നെ ഈ ഒരു എല്ലാ ദിവസവും എനിക്ക് ഇതിനൊരു അനാലിസിസ് ഇടാൻ പറ്റാത്തത്. സോ അതുകൊണ്ട് തന്നെ വ്യൂ ഒക്കെ കുറച്ച് കുറയുന്നുണ്ട്, എനിക്കറിയാം. പക്ഷെ അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇതിന് ശേഷം ഈ സൈക്കിൾ പർച്ചേസ് ചെയ്തിട്ടുള്ളവരുടെ കാര്യത്തിൽ ഞാൻ ഒരു റിന്യൂവൽ പോയിന്റ് ആയിട്ടും അതിനെപ്പറ്റിയൊന്നും പറയാതിരിക്കുന്നത് ഒരു കോൺസെൻട്രേഷൻ തരാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിന് ശേഷമായിരിക്കും നമ്മൾ ആക്റ്റീവ് ആകുക. ഈ ഒരു മന്ത് കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ആക്റ്റീവ് ആകാൻ പറ്റും. ദെൻ ഈ ഒരു നല്ല രീതിയിൽ ഏതൊക്കെ പോയിന്റിൽ നമുക്ക് ആക്റ്റീവ് ആകുമെന്നും നമുക്ക് നല്ല രീതിയിൽ ട്രേഡിനെ കൊണ്ടുപോകാനായിട്ടുള്ള നല്ല മെത്തേഡുകളും ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം. ഓക്കെ.